വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ആരെ കഥയായിരുന്നു നമ്മുടെ രാജയുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അങ്കിളും ഉൾപ്പെടുന്ന ആ ഫാമിലിയുടെ കഥ നമ്മൾ എന്ത് ചെയ്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ബാക്കി ഭാഗത്തേക്ക് എന്ത് ചെയ്യാം കിടക്കാം. മേക്കിംഗ് എ ഷവർ എന്ന് വെച്ചൊന്നാണ് ഈ മഴ ചെറുതായിട്ട് എന്ത് ചെയ്യുക, ആ മഴ പെയ്യിപ്പിക്കണമെങ്കിൽ മഴ ഉണ്ടാക്കുക. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഇറ്റ് വാസ് ആൻ ഈവനിങ് വെച്ചെന്നാണ് വൈകുന്നേരം. ഇത് എന്തെന്നായിരുന്നു, ഒരു വലിയൊരു വൈകുന്നേരമായിരുന്നു. എങ്ങനത്തെ ആഫ്റ്റർ എ ഹെവി റെയിൻ, നല്ല വലിയൊരു മഴ കഴിഞ്ഞിട്ടുള്ളൊരു വൈകുന്നേരമായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദി ജാസ്മിൻ ബുഷ് ആൻഡ് ദി സാൻഡൽവുഡ് ട്രീ. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുമായിരുന്നു, എന്തോന്ന് പെറുക്കുകയായിരുന്നു. പിക്കിംഗ് എന്ന് വെച്ചെന്നാണ് പെറുക്കുക. ഫ്ലവേഴ്സ്, ജാസ്മിൻ ഫ്ലവേഴ്സ് എന്ന് വെച്ചെന്നാണ് മുല്ലപ്പൂക്കൾ എന്ത് ചെയ്യുന്നു, പെറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നിന്ന്? അണ്ടർ ദി സാൻഡൽവുഡ് ട്രീ. എവിടെ നിന്നാണ് പെറുക്കിക്കൊണ്ടിരുന്ന? സാൻഡൽവുഡ് എന്ന് വെച്ചെന്നാണ് ചന്ദനം മരത്തിൻ്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യായിരുന്നു, കുറച്ച് മുല്ലപ്പൂക്കൾ എന്ത് ചെയ്യുന്നു, പെറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആര്? ഗ്രാൻഡ് ഫാദർ. ദ ലീവ്സ് ഓഫ് ദി ട്രീസ് വെർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. അപ്പോൾ അതിൽ ചന്ദന മരത്തിൻ്റെ ലീവ്സ് എന്ന് വെച്ചെന്നാണ് ഇലകൾ മൊത്തം ഒന്നായിരുന്നു, ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. മഴ പെയ്ത് ഫുൾ എന്ത് ചെയ്യുന്ന അങ്ങനെ വെള്ളം തങ്ങി നിൽക്കുകയായിരുന്നു. ഐ നോ എന്ന് വെച്ചെന്നാണ് എനിക്ക് അറിയാം എന്താണ്. ഐ കുഡ് മേക്ക് റെയിൻ ഇഫ് ഐ ഷൂക്ക് ദ ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. എനിക്ക് എന്തൊന്നും അറിയാമായിരുന്നു. ഐ കുഡ് മേക്ക് എ റെയിൻ, എനിക്ക് എന്തൊന്നും പറ്റും, ഒരു റെയിന് ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്യിപ്പിക്കാനെതിരെയും പറ്റും. ഇഫ് ഐ ഷൂക്ക് ദ ട്രീ, ഞാൻ എന്തൊന്നും ചെയ്യുകയാണെങ്കിൽ, മരത്തിനെ പിടിച്ച് ഷൂക്ക് ചെയ്യുകയാണെങ്കിൽ, ഷൂക്ക് എന്ന് വെച്ചെന്നാണ് കുലുക്കുക. മരത്തിനെ പിടിച്ച് കുലുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം തന്നെ നല്ലൊരു മഴ പെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാമായിരുന്നു, നമ്മളെ രാജയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അങ്ങനെ പിടിച്ച് കുളിക്കുകയാണെങ്കിൽ എനിക്കും പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എന്തെന്ന് കിട്ടും, നല്ലൊരു ഷവർ കിട്ടും. നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യും, മഴയത്ത് നനയുന്ന പോലെ എന്ത് ചെയ്യും, നനയും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു, നമ്മുടെ രാജയ്ക്ക് ഉറപ്പായിരുന്നു. ഐ ലൈക്ക് ബാത്തിങ് ഇൻ ദി റെയിൻ. എനിക്ക് എന്തെന്ന് ഭയങ്കര ഇഷ്ടമാണ്, മഴയത്ത് ബാത്ത് ചെയ്യാൻ എന്ന് വെച്ചൊന്നാണ് കുളിക്കാൻ, മഴയത്ത് കിടന്ന് ഇങ്ങനെ നനയാൻ അല്ലെങ്കിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ രാജയ്ക്ക്. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷേ ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ അപ്പൂപ്പന് ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ല. ബട്ട് ഇറ്റ് കുഡ് ബി എ ഗ്രേറ്റ് ഫൺ. പക്ഷേ അപ്പൂപ്പന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇതേപോലെ കാര്യം ചെയ്യുന്ന നേരത്തെ ചിലപ്പോൾ അപ്പൂപ്പന് എന്തിനും ഭയങ്കര ഒരു ഗ്രേറ്റ് ഫണ്ണായിരിക്കും. ഗ്രേറ്റ് ഫൺ എന്ന് വെച്ചെന്നാണ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരിക്കും എന്നാണ് ആര് പറയുന്ന, നമ്മുടെ രാജേന്ദ്ര ചെയ്യുന്ന പറയുന്ന. So I quietly went near the sandalwood tree and shook it with all my strength. So I quietly went near the sandalwood tree. അപ്പോൾ എന്തായാലും സാൻഡൽവുഡ് ചന്ദനമരം പിടിച്ച് ഉലക്ക എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, നമ്മുടെ പയ്യെ എന്ത് ചെയ്തു, നേരെ എവിടെ എത്തി, നിയർ ദി സാൻഡൽവുഡ്, നേരെ നമ്മളെ അല്ല ചന്ദനമരത്തിൻ്റെ അടുത്ത് എന്ത് ചെയ്തു, എത്തി. അതിന് ഷൂക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എന്ത് ചെയ്തു, നമ്മളെ രാജ എന്ത് ചെയ്തു, അതിന് ഫുള്ള് ശക്തി, അത് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നല്ല ശക്തി. അവൻ്റെ ശക്തി ഫുള്ള് ആൻഡ് ഷൂക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എന്ത് ചെയ്തു, രാജ അവൻ്റെ മുഴുവൻ ശക്തി എടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഉലുക്കാൻ തുടങ്ങി. ദർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വെർ സോക്ക്ഡ്. അങ്ങനെ എന്ത് ചെയ്തു, അവൻ്റെ ഫുള്ള് എന്തിനാണ് അവൻ്റെ മുഴുവൻ ശക്തി എടുത്ത് ഉലക്കിയപ്പോൾ എന്ത് ചെയ്തു, ദർ വാസ് എ ഹെവി ഷവർ. നല്ലതുപോലെ എന്ത് ചെയ്തു, വലിയൊരു ഷവർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആര് നനഞ്ഞു, ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വെർ സോക്ക്ഡ്. ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, നല്ലതുപോലെ സോക്ക്ഡ് എന്ന് വെച്ചാൽ എന്താണ്, നല്ലതുപോലെ നനഞ്ഞു. ഐ ലവ്ഡ് ഇറ്റ്. പക്ഷേ എനിക്ക് എന്താണ്, മഴയത്ത് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കെന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അത്, നമ്മളെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. ഹി ടേൺഡ് ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. പെട്ടെന്ന് എന്ത് ചെയ്തു, അപ്പൂപ്പന് ഇത് ഇഷ്ടപ്പെടാത്തെന്ത് ചെയ്തു, പെട്ടെന്ന് എന്ത് ചെയ്തു, തിരിഞ്ഞു. ടേൺഡ് എന്തുവാണ്, തിരിഞ്ഞു. എങ്ങനെ തിരിഞ്ഞു, വിത്ത് ആൻ ആംഗ്രി ലുക്ക്, ഒരു ദേശത്തോട് കൂടി എന്ത് ചെയ്തു, പെട്ടെന്ന് എന്ത് ചെയ്തു, ആരും നേർക്ക് തിരിഞ്ഞു, നമ്മുടെ രാജയുടെ നേർക്ക് തിരിഞ്ഞു. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. ഐ വാസ് ഷുവർ, എനിക്ക് എന്തെന്ന് ഉറപ്പായിരുന്നു, ഷുവർ എന്ന് വെച്ചെന്താണ് ഉറപ്പ്, എന്തെന്ന് ഉറപ്പായിരുന്നു, ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. ഗ്രാൻഡ് ഫാദർ മിക്കവാറും എന്തിനേയും ക്യാച്ച് ചെയ്യുമെന്ന് വെച്ചെന്നാണ്, എന്നെ പിടിക്കുന്നത് മാത്രമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ബീറ്റ് മീ എന്ന് വെച്ചെന്നാണ്, എന്നെ അടിക്കുകയും ചെയ്യും. സോ ഐ റാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് റാൻ എന്ന് വെച്ചെന്നാണ്, ഒന്നും നോക്കിയില്ല, അങ്ങ് ഓടി. ഹി റാൻ ആഫ്റ്റർ മീ.
അങ്ങനെ ഞാൻ ഓടണ കണ്ടപ്പോൾ ആരും എന്ത് ചെയ്യാൻ തുടങ്ങി, ആ അപ്പൂപ്പൻ എന്ത് ചെയ്തു, റാൻ ആഫ്റ്റർ മീ, അപ്പൂപ്പൻ എൻ്റെ കൂടെ എൻ്റെ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, യെസ് ഓടാൻ തുടങ്ങി. ഐ റാൻ ഫാസ്റ്റ്, അപ്പൂപ്പൻ എൻ്റെ ബാക്കിൽ നിന്ന് ഓടാൻ തുടങ്ങിയപ്പോൾ നമ്മളെ രാജ്യം എന്ത് ചെയ്തു, റാൻ ഫാസ്റ്റ്, വേഗത്തിൽ ഓടാൻ തുടങ്ങി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. അപ്പോൾ ഞാനിങ്ങനെ വേഗത്തിൽ ഓടാൻ തുടങ്ങിയപ്പോൾ അപ്പൂപ്പൻ എന്ത് ചെയ്യാൻ തുടങ്ങി, യെസ് എൻ്റെ കൂടെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹി സ്ട്രംബിൾഡ് ആൻഡ് ഫെൽ. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ. അങ്ങനെ എന്ത് ചെയ്തു, ഓടി എൻ്റെ കോട്ട് മീ എന്ന് വെച്ചാൽ കോട്ട്, പിടിക്കുക, എന്നെ പിടിക്കാറായി എന്ന് എത്തിയ സമയത്ത് എന്ത് ചെയ്തു, ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. പെട്ടെന്ന് എന്ത് ചെയ്തു, തെന്നി അടിച്ച് ഇവിടെ എന്ത് ചെയ്തു, തറയിൽ വീണു. സ്റ്റംബിൾ എന്ന് വെച്ചൊന്നാണ് തെന്നി വീഴുക, അല്ലെങ്കിൽ ചരക്ക് വീഴുക എന്ന് പറയും. ഫെല്ലെന്ന് വെച്ചൊന്നാണ് വീഴുക. അങ്ങനെ തറയിൽ എന്ത് ചെയ്തു, തെന്നി വീണു. ഐ റാൻ അവേ ടു തെന്നി വീണു. ഐ റാൻ അവേ ടു ദി ഐ റാൻ അവേ ടു ദി പാരി ഫീൽഡ് ആൻഡ് ഹിഡ് മൈസെൽഫ് ദെയർ. നേരെ എന്ത് ചെയ്തു, അപ്പോൾ ഇങ്ങനെ എന്തൊരു ചരക്കി അടിച്ച് വീണ സമയം കണ്ടപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ രാജ്യം എന്ത് ചെയ്തു, നേരെ എങ്ങോട്ടേക്ക് ഓടിപ്പോയി, ഫീൽഡ് എന്ന് വെച്ചൊന്നാണ് പാടം എന്ന് പറയും, അല്ലെങ്കിൽ വയലെന്ന് പറയും. പാരി എന്ന് വെച്ചൊന്നാണ് നെല്ല്. അപ്പം പാരി ഫീൽഡ് എന്ന് വെച്ചൊന്ന് വായിക്കും നെൽവയൽ. അതിനൊന്നുമാണ് ഹിഡ് മൈസെൽഫ് ദെയർ. നേരെ എന്ത് ചെയ്തു, നെൽവയലിലേക്ക് പോയി എന്ത് ചെയ്തു, ഹിഡ് എന്ന് വെച്ചൊന്നാണ് HID, ഹിഡ്, ഒളിച്ചു. അതായത് ഹൈഡ്, HID, ഹൈഡിൻ്റെ വീട്ടു ഫോമാണ് ഏത്, ഹിഡ് എന്ന് പറയുന്ന. നമ്മളെ രാജ്യം എന്ത് ചെയ്തു, നേരെ എവിടെ പോയി ഒളിച്ചിരുന്നു, നേരെ വയലിൽ പോയി ഒളിച്ചിരുന്നു. ഐ ഹേഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദാറ്റ് ഹി വുഡ് ക്യാച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. എന്താണ് ഹേഡ് എന്ന് വെച്ചെന്താണ്, ഞാൻ കേട്ടു. എന്തെന്ന് കേട്ടു, ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദാറ്റ്, ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ചെയ്യുന്നു വെച്ചെന്താണ്, അവിടെ കിടന്ന് അലറുന്നുണ്ട്. എന്താണ്, ഹി വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. ഹി വുഡ് ടീച്ച് മീ, എന്നെ എന്ത് ചെയ്യും, ടീച്ച് ചെയ്യുന്നതാണ്, പഠിപ്പിക്കും, എന്നെ എന്തെന്ന് പഠിപ്പിക്കും, എ ലെസൺ, ഒരു പാഠം, എന്നെ എന്ത് ചെയ്യും, തിരിച്ച് നീ വീട്ടിലോന്ന് എന്ത് ചെയ്യും, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കൂടാ എന്ന് ആര് പറയാൻ തുടങ്ങി, നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, അവിടെ കിടന്ന് എന്ത് ചെയ്തു, ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം, എനിക്ക് എവിടെ പോകാൻ താല്പര്യമില്ല, വീട്ടിലോട്ട് ഇപ്പം പോയി ഒട്ടും താല്പര്യമില്ല. ബിക്കോസ് എന്ന് വെച്ചതാണ്, കാരണം എന്താണ്, ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. എനിക്ക് ആരെ പേടിയുണ്ട്, അപ്പൂപ്പൻ എന്നെ അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴൊന്നും വീട്ടിലേക്ക് പോകുന്നില്ല. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദി ഫീൽഡ്സ്. ഞാൻ എന്ത് ചെയ്തു, നേരെ എവിടെ തന്നെ ഇരുന്നു, പാടത്ത് തന്നെ, നെൽവയലിൽ തന്നെ എന്ത് ചെയ്തു, ഞാൻ ഇരുന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. പയ്യപ്പം എന്ത് തുടങ്ങി, ഗെറ്റിംഗ് ഡാർക്ക് എന്ന് വെച്ചെന്നാണ്, ഇരുട്ടാൻ തുടങ്ങി. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദെയർ എലോൺ ഇൻ ദി ഡാർക്ക്നെസ്. ഐ വാസ് അഫ്രൈഡ്, എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇരട്ടി വന്നപ്പോൾ പേടിച്ചു. ടു സ്റ്റേ ദെയർ എലോൺ ഇൻ ദി ഡാർക്ക്നെസ്, ഇരുട്ടിൽ എലോൺ എന്ന് വെച്ചെന്നാണ്, ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് എന്തൊന്നുമില്ല, ധൈര്യമില്ലാതായിപ്പോൾ. എനിക്ക് എന്ത് ചെയ്തു, പേടി തോന്നി. ഐ റിമെമ്പേർഡ് ഓൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹെവേഡ്. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുട്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തോന്ന് ചെയ്തത്, റിമെമ്പർ എന്ന് വെച്ചെന്നാണ്, ഞാൻ ഓർത്തത് ഓൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ്, ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള എന്തോന്ന്, എല്ലാ പ്രേതകഥകളും ഞാൻ അവിടെ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഐ സ്റ്റുഡപ്പ്, ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, സ്റ്റുഡപ്പ് എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് ലുക്ക്ഡ് എറൗണ്ട്, എന്നിട്ട് എന്ത് ചെയ്തു, ഇരുട്ടിലേക്ക് എന്ത് ചെയ്തു, ഫുള്ള് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കറങ്ങി നോക്കി. ആൻഡ് ദെൻ റാൻ ടുവേഴ്സ് ഹോം. നേരെ എന്ത് ചെയ്തു, പേടിച്ചെന്ത് നേരെ എങ്ങോട്ടേക്ക് ഓടി, നമ്മളെ രാജ നേരെ പേടിച്ചെന്ത് ചെയ്തു, വീട്ടിലേക്ക് ഓടി. ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ. നേരെ എന്ത് ചെയ്തു, നമ്മളെ രാജ്യം ചെയ്തു, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പേടിച്ചപ്പോൾ എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് എന്തിനാണ്, ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ. എനിക്ക് ഇപ്പോഴും ആരെ കാണാൻ, അല്ലെങ്കിൽ ആരെ മുമ്പിൽ ചെല്ലാൻ, ഗ്രാൻഡ് ഫാദറിൻ്റെ മുമ്പിൽ ചെല്ലാൻ ഭയങ്കര അഫ്രൈഡ് എന്ന് വെച്ചതാണ്, പേടിയാണ് നമ്മുടെ രാജയ്ക്ക്. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദി ഹൗസ്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, നമ്മുടെ രാജ്യം എങ്ങോട്ടേക്ക് കയറിയില്ല, ഇൻസൈഡ് എന്ന് വെച്ചതാണ്, അകത്തേക്ക്. ഏതിൻ്റെ അകത്തേക്ക്, ഹൗസ്, വീടിൻ്റെ അകത്തേക്ക് ആര് കയറിയില്ല, പേടിച്ച് നമ്മുടെ രാജ കയറിയില്ല. ഐ വെൻറ്റ് ടു ദി കൗഷഡ് ആൻഡ് ലുക്ക് ഷെൽട്ടർ ഇൻ ടു ദി ലോഫ്റ്റ്. നേരെ എന്ത് ചെയ്തു, രാജ നേരെ എങ്ങോട്ടേക്ക് പോയി, കൗഷഡ് എന്ന് വെച്ചതാണ്,
നമ്മളെ പശുത്തൊഴുത്ത് അല്ലെങ്കിൽ തൊഴുത്തിലേക്ക് എന്ത് ചെയ്തു ചെന്നു. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ടു ദി ലോഫ്റ്റ്. എന്തിനു നേരെ എന്ത് ചെയ്തു ഈ വൈക്കോലും മറ്റൊക്കെ വയ്ക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു കയറി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി. ഒരു ഷെൽട്ടർ എന്ന് വെച്ചാൽ ഒരു ഹാഫ് സ്ഥലം അല്ലെങ്കിൽ ഒരു വാസ സ്ഥലം അല്ലെങ്കിൽ കയറി എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം എന്ത് ചെയ്തു. ആര് നോക്കി? നമ്മുടെ രാജൻ എന്ത് ചെയ്തു നോക്കി. ഫ്രം ദെയർ ആർ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദി വരാന്ത സേയിങ് ഹിസ് പ്രേയേഴ്സ്. ഫ്രം ദേ ആർ കുഡ് സീ. ഞാൻ അവിടെ എന്ത് ചെയ്തു കൗഷഡിൽ തൊഴുത്തിൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു? ഗ്രാൻഡ് ഫാദറിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ എന്തെന്ന് ചെയ്യായിരുന്നു? സിറ്റിംഗ് ഓൺ ദി വരാന്ത. എവിടെ ഇരിക്കുകയായിരുന്നു? വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. സേയിങ് ഹിസ് പ്രേയേഴ്സ്. എന്ത് ചെയ്യാൻ തുടങ്ങി? സേയിങ് ഹിസ് പ്രേയേഴ്സ്. അവിടെ ഇരുന്ന് വരാന്തയിലിരുന്ന് എന്ത് ചെയ്യായിരുന്നു? ഇരുന്ന് പ്രെയർ എന്ന് വെച്ചൊന്നാണ്. പ്രെയർ എന്ന് വെച്ചതൊന്നാണ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കാഴ്ച കാണാമായിരുന്നു. നമ്മൾ രാജയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്. സമയത്ത് അങ്ങനെ ഗ്രാൻഡ് ഫാദർ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഗ്രാൻഡ് മദർ എന്തെന്ന് ചോദിക്കുകയായിരുന്നു? വാസ് വെയിറ്റിംഗ് ഫോർ മീ. അമ്മൂമ്മ എന്നെ കാത്ത് ഇരിക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്. ഞാൻ എന്ത് ചെയ്തു? കുറേ നേരമായിട്ട് ഇങ്ങനെ വരാത്തത് കാത്ത് ആര് നിൽക്കുകയായിരുന്നു? അമ്മൂമ്മ കാത്തിരിക്കുകയായിരുന്നു. ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദി ഹൗസ്. അങ്ങനെ ഇത്രയും ഇറിറ്റേറ്റ് എന്ത് ചെയ്തു? ഞാൻ വരാത്തത് നോക്കിയിരുന്ന സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ലുക്ക് ഫോർ മീ എവ്രിവെയർ. വീട്ടിലെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു? നോക്കി. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് എലൗഡ് ഫോർ മീ. എന്നിട്ട് നേരെ എന്ത് ചെയ്തു? നേരെ വീട്ടിനകത്തുനിന്ന് ഫുള്ള് നോക്കിയിട്ട് കാണാത്തൊന്നും എന്ത് ചെയ്തു? നേരെ പുറത്തേക്ക് വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? കോൾഡ് എലൗഡ് എന്ന് വെച്ചെന്നാണ് ഉറക്കെ എന്ത് ചെയ്തു? എന്നെ വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദി ഗാർഡൻ. എന്ത് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ തുടങ്ങിയത്? ഈ പൂന്തോട്ടത്തിൽ എവിടെ ആര് കാണും? രാജ കയറി ഇരിക്കുക എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. ഇങ്ങനെ ഉറക്കെ വിളിച്ചിട്ട് അമ്മമ്മയ്ക്ക് എന്തിനു കിട്ടിയില്ല? ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. ഒരു ആൻസർ, ഒരു മറുപടി അല്ലെങ്കിൽ എന്താണ് രാജ അവിടെ ഉണ്ടോ ഇല്ലെന്ന് പോലുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ക്ലൂ പോലും ആകെ കിട്ടിയില്ല. അത് നമ്മുടെ ഗ്രാൻഡ് മദറിന് കിട്ടിയില്ല. ദെൻ ഷീ വെന്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വെയർ ഐ വാസ്. അപ്പോൾ എന്ത് ചെയ്തു? അമ്മൂമ്മ ഇങ്ങനെ രാത്രി രാജയെ കാണാത്ത എന്ത് ചെയ്തു? ഫുള്ള് നോക്കിയിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്തു? രാജയുടെ ഒരു വിവരമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഷീ വെന്റ് ടു ഗ്രാൻഡ് ഫാദർ. നേരെ എവിടേക്ക് പോയി? അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഹിം വെയർ ഐ വാസ്. എന്ത് ചെയ്തു? രാജയെ കണ്ടു അല്ലെങ്കിൽ രാജ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ആര് ചോദിക്കാൻ തുടങ്ങി? അമ്മൂമ്മ അപ്പൂമ്മയോട് ചോദിക്കാൻ തുടങ്ങി. യു ലുക്ക് ഫോർ ഹിം ഇൻ ദി ഹൗസ് ഗ്രാൻഡ് ഫാദർ സെഡ്. നീ എന്തുന്നേ? അപ്പോൾ എന്തെന്നാണ് പറഞ്ഞത്? നീ എന്തിരി വീട്ടിലേക്കൊക്കെ നോക്ക്, അവിടെ ആര് കാണും? അവിടെ എന്തെങ്കിലും കാണും എന്ന് ആര് പറയാൻ തുടങ്ങി? നമ്മളെ ഗ്രാൻഡ് ഫാദർ തുടങ്ങി. ഹീസ് ഹൈഡിങ് സംവെയർ. മിക്കവാറും ഇവിടെ എന്തിനായിരിക്കും? ഹൈഡിങ് എന്ന് വെച്ചെന്നാണ് ഒളിച്ചിരിക്കുക. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക, നീ ഒന്ന് നേരെ ഒന്ന് നോക്ക് എന്ന് ആര് പറഞ്ഞു? ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനോട് പറഞ്ഞു. ഹീസ് നോട്ട് ഇൻ ദി ഹൗസ് ഗ്രാൻഡ് മദർ സെഡ്. അപ്പോഴാണ് നമ്മൾ ഗ്രാൻഡ് മദർ അമ്മൂമ്മ എന്ത് ചെയ്തു പറഞ്ഞത്? ഹീസ് നോട്ട് ഇൻ ദി ഹൗസ്. അവൻ എവിടെയില്ല, ഈ വീട്ടിൽ എവിടെയും ഇല്ല. ഐ ലുക്ക് ഫോർ ഹിം എവ്രിവെയർ. ഞാൻ അവൻ എന്ത് ചെയ്തു? കുറേ നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ല, അവൻ ഇവിടെയൊന്നും ഇല്ല എന്ന് ആര് പറയാൻ തുടങ്ങി? നമ്മുടെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാത്സ് എന്ത് ചെയ്യുക? വീട്ടിലിരുന്ന് വായിച്ച് നോക്കി പുതിയ പുതിയ വാക്കുകൾ എന്ത് ചെയ്യുക? പരിചയപ്പെടുക. നന്നായി വായിച്ച് നോക്കുക. ഇത് ന്യൂസ് എന്ന് വെച്ചെന്നാണ് വാർത്ത സ്പ്രെഡ്സ് എന്നാണ് പടർന്നു. അപ്പോൾ രാജ് എന്ത് ചെയ്തു? നമ്മൾ കൗഷട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. കൗഷട്ടിൽ എന്ന് വെച്ചാൽ തൊഴുത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് മദറിൻ്റെ രാജയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്. നേരെ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? പെട്ടെന്ന് ചേർന്ന് നിന്ന് എഴുന്നേറ്റ് നേരെ എങ്ങോട്ടേക്ക് ഇറങ്ങി? വെളിയിലേക്ക് ഇറങ്ങി. ആൻഡ് കോൾഡ് അലൗഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ഉറക്കെ വിളിക്കാൻ തുടങ്ങി. കം രാജ കം. രാജ ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞ് എന്താ തുടങ്ങി? വിളിക്കാൻ തുടങ്ങി. ഐ വോണ്ട് ബീറ്റ് യു. ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, അടിക്കത്തില്ല, നീ ഇറങ്ങി വാ എന്നൊക്കെ പറയാൻ തുടങ്ങി. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. പക്ഷെ എന്ത് ചെയ്തില്ല? നമ്മളെ കൗഷട്ടി ഒളിച്ചിരിക്കുന്ന രാജ എന്തൊന്നും ചെയ്തില്ല? ഒരു മറുപടിയും കൊടുത്തില്ല. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. പക്ഷേ രാജ എന്തൊന്ന് വിചാരിച്ചു? ഇങ്ങനെ വിളിച്ചിട്ട് ചെന്ന് കയറിയാലും എന്ത് ചെയ്യും? ചിലപ്പോൾ അപ്പവും പിടിച്ച് എന്നെ അടിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോകുന്നില്ല എന്ന് ആര് വിചാരിച്ചു? നമ്മളെ രാജ വിചാരിച്ചു. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്. പെട്ടെന്ന് എന്തിനാ ഗ്രാൻഡ് മദറിന് ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ തുടങ്ങി. ഹി വോണ്ട് കം. അവ എന്ത് ചെയ്യത്തില്ല, ഇനി വരത്തില്ല. യു ഡ്രോവ് ഹിം എവേ. നിങ്ങൾ എന്ത് ചെയ്തു? അവനെ ഇവിടെ നിന്ന് ഓട്ടിച്ച് വിട്ടു. ഐ ഹേഡ് യു സെഡ് ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. ഐ ഹേഡ്, ഞാൻ എന്ത് ചെയ്തു? കേട്ടു. എന്തെന്നാണ്? യു സേഡ് ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം.
നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, എന്തെന്ന് കേട്ടു, നിങ്ങൾ അവനെ അടിക്കുമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ഇഫ് ഹി കെയിം ഹോം, അവൻ തിരിച്ചെന്ന് ഇവിടെ എത്തണമെങ്കിൽ വീട്ടിൽ നിന്നെ അടിക്കൂടാ അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കൂടാ എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു എന്ന് ആര് പറയാൻ തുടങ്ങി? അമ്മൂമ്മ പറയാൻ തുടങ്ങി. പൂവർ ചൈൽഡ്, എൻ്റെ പാവം ചെറുക്കൻ. ഹീ ഈസ് അഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ. നിങ്ങളെ പേടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? റൺ അവേ എന്ന് വെച്ചെന്തോന്നാണ്? അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടിപ്പോയി കാണും. അതാണ് അവൻ എന്ത് ചെയ്യത്തില്ല, വിളിച്ചിട്ട് വിളി പോലും കേൾക്കാത്തത് എന്ന് ആര് പറയാൻ തുടങ്ങി? അമ്മൂമ്മ പറയാൻ തുടങ്ങി. അമ്മു ഇങ്ങനെ പറയാൻ തുടങ്ങി എന്തുണ്ട്? ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻറ്റ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻസ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഇത് കേട്ടോണ്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് സെർവൻസ് എന്താണ്? വേലക്കാർ അല്ലെങ്കിൽ ജോലിക്കാർ, വീട്ടിലുള്ള ജോലിക്കാർ എന്ത് ചെയ്തു? പെട്ടെന്ന് വിളിച്ചു വരുത്തി. ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വെളിയിലൊക്കെ പോയി എവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. രാജ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആരെടുത്ത് നോക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആ ജോലിക്കാരത്ത് എന്ത് ചെയ്തു? പറഞ്ഞു. They went out, but after a while returned to say that they could not find me. They went out. അവരെന്ത് ചെയ്തു? പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? വെളിയിലേക്ക് പോയി എന്ത് ചെയ്തു? നോക്കി. ബട്ട് ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞിട്ട് അവർ നേരെ എന്ത് ചെയ്തു? റിട്ടേൺ എന്ന് വെച്ചെന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ടു സേ എന്ത് ചെയ്തു? എന്തെന്ന് പറഞ്ഞു? ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. എന്നിട്ട് എന്തെന്നാണ് പറഞ്ഞത്? രാജേന്ദ്ര ചെയ്യാൻ പറ്റിയില്ല, കണ്ട് പഠിക്കാൻ പറ്റിയില്ല, സെർവൻസിന് പറ്റിയില്ല എന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ തുടങ്ങി. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഇത് കേട്ടോണ്ട് നമ്മൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ടഡ് വീപ്പിംഗ് എന്ന് വെച്ചെന്നാണ് കരയുക. പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദി കോർട്ട്യാർഡ്. നേരെ എന്ത് ചെയ്തു? ഇത് കരച്ചിൽ കഴിഞ്ഞ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് വാക്കിംഗ്, നേരെ എങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി? ഡൗൺ ടു ദി കോർട്ട്യാർഡ് എന്ന് വെച്ചെന്നാണ് മുറ്റത്തിലേക്ക് എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇറങ്ങി നടക്കാൻ തുടങ്ങി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് എ മിസ്സിങ് സ്പ്രെഡ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ന്യൂസ് എന്തെന്നായിരുന്നു? രാജേന്ദ്ര ചെയ്തു രാജേന്ദ്ര ചെയ്തു കാണാനില്ല. അപ്പോൾ രാജയെ കാണാനില്ല എന്ന് പറയുന്ന ആ ന്യൂസ്, ആ വാർത്ത എന്ത് ചെയ്തു? സ്പ്രെഡ് പെട്ടെന്ന് എന്ത് ചെയ്തു? അങ്ങ് പടർന്നു. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്. പെട്ടെന്ന് അവിടെ ആരാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്? നൈബേഴ്സ് എന്ന് വെച്ചെന്താണ്? അയൽക്കാരെന്ത് ചെയ്തു? തന്നെ എന്ത് ചെയ്തു? വീട്ടിലേക്ക് എത്തി. ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതർ ഹു ഹാഡ് ഹേഡ് ദ ബാഡ് ന്യൂസ്. പിന്നെ ആരെത്തി? റിലേറ്റീവ്സ്, ബന്ധുക്കളെത്തി. ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹേഡ് ദ ബാഡ് ന്യൂസ്. പിന്നെന്തുവാണ്? ഈ മോശ വാർത്ത കേട്ടറിഞ്ഞ ബാക്കി എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാർ കൊണ്ട് എന്ത് ചെയ്തു? എത്തി. അപ്പോൾ എന്ത് ചെയ്തു? ഈ വാർത്ത രാജയെ കാണാനില്ല എന്നുള്ള വാർത്ത കേട്ട് എന്ത് ചെയ്തു? അയൽക്കാരും നാട്ടുകാരും ബന്ധുക്കളും എന്ത് ചെയ്തു? എത്തി. അറിഞ്ഞെന്ത് ചെയ്തു? എത്തി. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. മിക്ക ആൾക്കാരും വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ദെയർ സിമ്പതീസ് വന്ന് എന്ത് ചെയ്തു? സിമ്പതി, പോട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രാൻഡ് മദറത്തിൽ വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. അതായത് വന്ന ആൾക്കാർ മൊത്തം എന്ത് തുടങ്ങി? സാന്ത്വനിപ്പിക്കാതെ സിമ്പതി എടുക്കാതെ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. ഹി ഷൗട്ടഡ്. ഇഷ്ടപ്പെടുത്തുന്ന ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഷൗട്ട് ചെയ്യുന്നത് എന്താണ്? ഉറക്കെ കിടന്ന് സംസാരിക്കാൻ തുടങ്ങി. നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദി ബോയ്. അവൻ എന്തൊന്നും പറ്റിയിട്ടില്ല. അവന് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല. ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. Can some of you go out and find him instead of wasting your time here? He is hiding somewhere. അവൻ എന്തിനാ എവിടെ ഒളിച്ചിരിക്കുന്നത്? Can some of you go out? നിങ്ങളിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇവിടെ അടുത്ത് വെളിയിലോട്ട് വല്ലതും പോയി നോക്കാൻ പറ്റുമോ? ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. അല്ലാതെ ചുമ്മാ എന്തിനാണ് ഇവിടെ അവനെ പോയി പുറത്തോട്ട് പോയി നോക്കേണ്ട പകരം ഇവിടെ ഇരുന്ന് എന്തിനാണ് ചുമ്മാ സമയം കളഞ്ഞേക്കാളും നല്ലത് എന്തെന്ന്? ആരെങ്കിലും പുറത്തോട്ട് ഒന്ന് പോയി നോക്ക് എന്ന് ആര് പറയാൻ തുടങ്ങി? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും അയൽക്കാരടുത്തൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേഷ്യത്തോടെ കിടന്ന് അലറി പറയാൻ തുടങ്ങി.
സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ ഹിം, സെർച്ച് ഫോർ മീ. കുറച്ച് ആൾക്ക് എന്ത് ചെയ്തു, ഇത് കേട്ടോണ്ട് എന്ത് ചെയ്തു, വെളിയിലേക്ക് ഒന്നും കൂടെയൊക്കെ എന്ത് പോയി നോക്കാൻ തുടങ്ങി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദെയർ വാസ് എ ബിഗ് ക്രൗഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു, മോർ ആൻഡ് മോർ പീപ്പിൾ, കുറേ ആൾക്കാർ എന്ത് ചെയ്തു വീട്ടിലേക്ക് വന്നു. സൂൺ ദെയർ വാസ് എ ബിഗ് ക്രൗഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ വലിയൊരു ക്രൗഡ് എന്ന് വെച്ചൊന്നുമാണ്, വലിയൊരു ആൾക്കൂട്ടം തന്നെ എന്ത് ചെയ്തു വീടിന് മുമ്പിലായി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാസ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ആ സമയം കൊണ്ട് എന്ത് ചെയ്തു, ഗ്രാൻഡ് മദറിന് എന്തോ ലോസ്റ്റ് ഓൾ ഹോപ്പ്, ഗ്രാൻഡ് മദർ എന്തൊന്നും നഷ്ടപ്പെട്ടു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എന്തിനുള്ള സീയിങ് മീ അഗെയിൻ, എന്നെ വീണ്ടും കാണാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ രാജികയെ വീണ്ടും കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിലുള്ള ഉറപ്പാക്ക് നഷ്ടപ്പെട്ടു, ഗ്രാൻഡ് മദറിന് നഷ്ടപ്പെട്ടു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. ആ സമയത്ത് നമ്മൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ നിൽക്കുന്ന ആൾക്കാരടുത്ത് പറയാൻ തുടങ്ങി, അവൻ നല്ലൊരു ചെറുക്കനായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അടിപൊളി ചെറുക്കനായിരുന്നു, നല്ല ചെറുക്കനായിരുന്നു എന്നൊക്കെ ആര് പറയാൻ തുടങ്ങി, ഗ്രാൻഡ് മദർ രാജയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, തിരയാൻ പോയ ആൾക്കാർ വീണ്ടും എന്ത് ചെയ്തു, തിരിച്ചെത്തി വന്നിട്ട് എന്തെന്ന് പറഞ്ഞു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. അങ്ങനെ ഇത് കേട്ടോണ്ട് നമ്മൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാൻ തുടങ്ങി, വീപ്പിംഗ് വെച്ചാൽ വീണ്ടും കരയാൻ തുടങ്ങി. എങ്ങനെ കരയാൻ തുടങ്ങി, ലൗഡ്ലി എന്ന് വെച്ചെന്നാണ് ഈ സോറൊക്കെ നെഞ്ചത്തടിച്ച് വിളിച്ച് കരയാൻ തുടങ്ങി. ആരാ, ഗ്രാൻഡ് മദർ. ഇത് വുമൻ ഇൻ ദി ക്രൗഡ് ഓൾസോ വെപ്റ്റ്. അത് മാത്രമല്ല പിന്നെന്തുവാണ്, ഈ അമ്മൂമ്മയുടെ കരച്ചിലും മറ്റും കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ വുമൻ വെച്ചെന്ന ഒരു സ്ത്രീയും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ദി സെർവൻസ് ഓഫ് ദി ഹൗസ് ജോയിൻഡ് ഇൻ ദി വയലിംഗ്. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു വിഷമഘട്ടത്തിൽ എന്ത് ചെയ്തു, അവിടെ എന്താണ് സെർവ് ചെയ്തു, ജോയിൻ്റ് എന്താണ്, ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, അവരും കൂടെ എന്ത് ചെയ്തു, ഇതിനോടൊപ്പം ചേർന്നു. ദേ ആക്റ്റഡ് ഐ ഇഫ് ഐ വെർ ഡെഡ്. എന്ത് ചെയ്തു, നമ്മളെ രാജ എന്തെന്ന് രാജ മരിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഗ്രാൻഡ് മദറിനോടൊപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, ചേർന്ന് ചുമ്മാ കരയാൻ തുടങ്ങി. അവരെന്തിനാ ആക്റ്റഡ് എന്ന് വെച്ചതാണ്, ചുമ്മാ അഭിനയിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അല്ല അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇഫ് ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ അപ്പം എന്താണ്, ഗ്രാൻഡ് മദറിൻ്റെ ഈ സങ്കടം കണ്ടപ്പോൾ എനിക്ക് ആരോട് എന്തെന്ന് തോന്നി, ഭയങ്കര വിഷമം തോന്നി നമ്മൾ രാജിക്ക്. ഐ വാണ്ട് ടു കം ഔട്ട്. എനിക്ക് എന്ത് ചെയ്യണം, കം ഔട്ട്, ഞാൻ പുറത്ത് വരാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി, നമ്മൾ രാജയ്ക്ക് മനസ്സിലായി. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് എ സ്ട്രോങ് വിൽ. ഗ്രാൻഡ് ഫാദർ എങ്ങനത്തെ ആളാണെന്ന്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ധൈര്യമുള്ള ഒരാളാണ് നമ്മളെ ഗ്രാൻഡ് ഫാദർ. ബട്ട് ഐ നോ ദാറ്റ് ഹി ടു ഫെൽറ്റ് വെരി സാഡ്. പക്ഷേ അങ്ങനെ ധൈര്യമുള്ളതെന്ന് ഗ്രാൻഡ് ഫാദറിന് പോലും എന്തോന്ന് തോന്നി, ഇപ്പോൾ ഫെൽറ്റ് വെരി സാഡ്, ഭയങ്കര വിഷമം തോന്നി. ഹി ഡിഡ് നോട്ട് ഹവർ ലൂസ് ഹോപ്പ്. പക്ഷേ എന്ത് ചെയ്തില്ല, അങ്ങനെ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഗ്രാൻഡ് ഫാദർ എന്തൊന്നും ചെയ്തില്ല, ലൂസ് ഹിസ് ഹോപ്പ്, എന്തൊന്നും ചെയ്തില്ല, എൻ്റെ രാജയെ കിട്ടൂല, അല്ലെങ്കിൽ രാജയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എന്തൊന്നും ചെയ്തില്ല, കൈവിട്ടില്ല. ഹി സ്റ്റുഡ് അപ്പ്. വീണ്ടും എന്ത് ചെയ്തു, നമ്മളെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, ഒന്നും കൂടി എഴുന്നേറ്റു. ടേൺഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. നേരെ എഴുന്നേറ്റ് എന്ത് ചെയ്തു, നേരെ എങ്ങോട്ടേക്ക് തിരിഞ്ഞു, നമ്മുടെ ഫാമിലി ടെമ്പിൾ കുടുംബ അമ്പലത്തിന് നേർക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രേഡ് എന്ന് വെച്ചൊന്നാണ്, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ് ഹി സെഡ്. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കൈകൂപ്പി എങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഹെൽപ്പ് മീ ഗോഡ്, എന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സഹായിക്ക്, ദൈവമേ സഹായിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങി. ഗിവ് മീ മൈ ചൈൽഡ്. എനിക്ക് എന്തൊന്ന് വേണം, എൻ്റെ ചൈൽഡ് എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എനിക്ക് എന്തെന്ന് വേണം, തിരിച്ച് വേണം. ഐ വാണ്ട് ഹിം നൗ. എനിക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, എൻ്റെ പേരക്കുട്ടിയെ, എൻ്റെ രാജ്യം എനിക്ക് എന്ത് ചെയ്യണം, തിരിച്ച് കിട്ടണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി കുറേ നേരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ എന്ത് വേണം, എൻ്റെ ചെറുക്കനെ എനിക്ക് വേണം. ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രേ. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ നിന്ന് നമ്മളെ ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറ്റ് ദി മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്. അപ്പോൾ എന്താണ്, ഇത്രയും സംഭവങ്ങൾ നടന്നുകൊണ്ട സമയത്താണ് അവിടെ ആരെത്തിയത്, അങ്കിൾ, അതായത് രാജയ്ക്ക് ഗ്രാൻഡ് ഫാദർ മാത്രമല്ല, പിന്നെ ആരും കൂടെ ഉണ്ട്, ഒരു അങ്കിളും കൂടെ ഉണ്ട്. അപ്പോൾ അങ്കിൾ എന്ത് ചെയ്തു, എത്തി.
അങ്കിൾ റിട്ടേൺഡ് ആ ഒരു നിമിഷത്തിലാണ് ആരെത്തിയത് ഐസ് അങ്കിൾ എത്തിയത്. ഹീ ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. വന്നിട്ട് എന്ത് ചെയ്തു, ലേൺഡ് വന്നുകൊണ്ട് എന്ത് ചെയ്തു, എന്താണ് ആ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആര് ഒന്ന് പഠിച്ചു, നമ്മുടെ അങ്കിൾ ഒന്ന് പഠിച്ചു. ഹീ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗെസ്ഡ് വെയർ ഐ വാസ്. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, ഹീ ലുക്ക്ഡ് അറൗണ്ട്, എന്നിട്ട് നമ്മൾ അങ്കിൾ എന്ത് ചെയ്തു, ഈസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു, ഗെസ്ഡ് എന്ന് വെച്ചാൽ ഊഹിച്ചു, എന്തെന്ന് ഊഹിച്ചു, വെയർ ഐ വാസ്, ആ രാജ്യം ഇവിടെയാണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒന്ന് ഗെസ് ചെയ്തു. ഹി കെയിം ടു ദി കൗഷഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു ഡൗൺ. നേരെ എന്ത് ചെയ്തു, കുറച്ചൊന്ന് ഗെസ് ചെയ്ത് മിക്കവാറും രാജ ഇന്ന സ്ഥലത്ത് കാണും എന്നൊന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ എങ്ങോട്ട് ചെയ്തു, നേരെ കെയിം ടു കൗഷഡ്, നേരെ എങ്ങോട്ടേക്ക് പോയി, തൊഴുത്തിലേക്ക് പോയി. അതിന് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി വാടാ എന്ന് എന്ത് ചെയ്തു, അങ്കിൾ എന്ത് ചെയ്തു, ഒന്ന് വിളിച്ച് പറഞ്ഞു. ഐ കെയിം ഡൗൺ. ഇത് കേട്ടോണ്ട് നമ്മൾ രാജ എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ടു ദി ഹൗസ്. നേരെ എന്ത് ചെയ്തു, അങ്കിൾ നേരെ കൗഷത്തിൽ നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി, വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രെയർ ആൻഡ് ടേൺഡ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, അങ്ങനെ എന്ത് ചെയ്തു, എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചിരുന്ന് എന്ത് ചെയ്തു, കണ്ണിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ആസ് ഹി ഓപ്പൺഡ് ഹിസ് ഐസ് ഹി സാ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. പെട്ടെന്ന് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചിങ്ങനെ തിരിഞ്ഞ് എന്ത് ചെയ്തു, കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ണു മുമ്പിൽ ആര് നിൽക്കുകയാണോ, നമ്മുടെ രാജൻ എന്ത് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ കണ്ടത്. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്. നേരെ എന്ത് ചെയ്തു, പെട്ടെന്ന് എന്ത് ചെയ്തു, രാജൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇങ്ങനെ കോരി, ആംസ് എന്ന് വെച്ചെന്താണ്, കയ്യിൽ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കോരി എടുത്തു, സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു, കോരി ഇങ്ങനെ എടുത്തു. ഹഗ് മീ ആൻഡ് സെഡ്. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ ഹഗ് ചെയ്തു, കോരി എടുത്ത് കെട്ടിപ്പിടിച്ച് എന്തെന്ന് പറഞ്ഞു, ഗോഡ് ഹിയർഡ് മൈ പ്രേയേഴ്സ്. ദൈവം എന്ത് ചെയ്തു, എൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്തു, കേട്ടു. ആൻഡ് ഹാസ് ഗീവൺ യു ബാക്ക് ടു അസ്. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ പ്രാർത്ഥന കേട്ടോണ്ട് എന്ത് ചെയ്തു, നേരെ നിന്നെ നമുക്ക് എന്ത് ചെയ്തു, തിരിച്ച് തന്നു എന്ന് ആര് പറയാൻ തുടങ്ങി, എസ് എ ഗ്രാൻഡ് ഫാദർ പറയാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ആരുടെ കഥ, നമ്മുടെ രാജയുടെ. അപ്പോൾ രാജൻ എന്ത് ചെയ്തു, ചുമ്മാ തമാശയ്ക്ക് എന്ത് ചെയ്തു, ഒന്ന് ഒളിച്ചിരുന്നു, പക്ഷേ അത് ഇത്തിരി നല്ലൊരു സീരിയസ് ആയിട്ടുള്ള മാറ്ററായി മാറി. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, രാജയുടെ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയാലേ പുതിയ പുതിയ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.